നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഷാഫി പറമ്പിൽ MPക്കെതിരെ CPM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു നടത്തിയ അധിക്ഷേപകരമായ പരാമർശത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രതിഷേധം. സ്ത്രീ വിഷയത്തിൽ കോൺഗ്രസിന് മാതൃക മുസ്ലിം ലീഗ് എന്ന് എൻ സുരേഷ് ബാബു ഷാഫി പറമ്പിലിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും CPM ജില്ലാ സെക്രട്ടറി. കോൺഗ്രസുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യാമെന്നും വെല്ലുവിളി. കൈവെട്ടും കാലുവെട്ടുമെന്ന പ്രയോഗം മുദ്രാവാക്യത്തിൻ്റെ രസത്തിനായി പ്രാസം ചേർത്ത് പറയുന്നതാണെന്നും എൻ സുരേഷ് ബാബു. തൃശൂർ വടക്കാഞ്ചേരിയിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് റേഞ്ച് ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മിഥുൻ്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും ദുരിതത്തിലായ കുടുംബത്തെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷണം നൽകണമെന്നും BJP. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് പണം വെച്ച് ചീട്ട് കളിച്ച സംഭവത്തിൽ വീട്ടുടമ ഉൾപ്പെടെയുള്ള 24 പേർ പോലീസ് പിടിയിൽ. ഇവരിൽ നിന്ന് 4 ലക്ഷത്തിലധികം രൂപയും കൂടുതൽ പണമിടപാടുകൾ സൂചിപ്പിക്കുന്ന അനുബന്ധ സാമഗ്രികളും പോലീസ് പിടിച്ചെടുത്തു. 6ഓളം വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. കൊടുങ്ങല്ലൂരിൽ അറസ്റ്റ് വാറണ്ട് കണ്ട് പോലീസിനെ ഭയന്ന പ്രതി കുളത്തിൽ ചാടി. വീണ്ടും അംഗീകാര തിളക്കത്തിൽ ഷൊർണൂർ നഗരസഭ. നഗരസഭയെ നേടിയെത്തിയ സ്വർണ്ണ മെഡൽ മലിനീകരണ നിയന്ത്രണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള അംഗീകാരം. പുരസ്കാരം ശനിയാഴ്ച എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും നഗരസഭ ഏറ്റുവാങ്ങും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റും വടകര MPയുമായ ഷാഫി പറമ്പിലിനെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിക്ക് എതിരെ പാലക്കാട്ടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട് ഇത്തരം ആക്ഷേപ പ്രസ്താവന നടത്തി ഷാഫിയെയും കോൺഗ്രസ് പാർട്ടിയെയും തകർക്കാമെന്നത് CPMന്റെ വ്യാമോഹം മാത്രമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV സതീഷ് അഭിപ്രായപ്പെട്ടു. രീതിയിൽ പദപ്രയോഗം നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഷാഫിക്കെതിരെ അതിശക്തമായ വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ ഇതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ യുവാക്കളും കേരളത്തിലെ ജനങ്ങളും സ്ത്രീ സമൂഹവും ഞങ്ങൾക്കൊപ്പമുണ്ട്. ഇന്നത്തെ ഈ പ്രതിഷേധ സമരം സത്യത്തിൽ ഞങ്ങൾ ഒരു രാവിലെ വരെ ഞങ്ങൾക്കിരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുൻപിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. PK വാസു, UDF നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, K ഭവദാസ്, ഹരിദാസ് മച്ചിങ്ങൽ, KR ശരരാജ്, മണ്ഡലം പ്രസിഡന്റുമാരായ S സേവിയർ, രമേശ് പുത്തൂർ, SM താഹ, അനിൽ ബാലൻ, A ഷിജു, MR അനിൽകുമാർ, അബ്ദുൾ ഖാദർ, M പ്രശോഭ്, ഷാജി പുതുശ്ശേരി, ഉണ്ണി M, അഖിലേഷ് അയ്യർ, ഉണ്ണി കുമാരൻ, V ആറുമുഖൻ, KN സഹീർ, MK സിദ്ധാർത്ഥൻ, ഷെരീഫ് റഹ്മാൻ, ജലാൽ തങ്ങൾ, രാധാകൃഷ്ണൻ മാത്തൂർ, B ഗൗതമി, H ബുഷറ, നഗരസഭാംഗങ്ങളായ D ഷജിത് കുമാർ, FB ബഷീർ, അനുപമ പ്രശോഭ്, മിനി ബാബു, വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷാഫി പറമ്പിൽ MPക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. കോൺഗ്രസുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യാമെന്നും സുരേഷ് ബാബു പറഞ്ഞു. കയ്യും വെട്ടും കാലും വെട്ടുമെന്ന പ്രയോഗം മുദ്രാവാക്യത്തിൻ്റെ രസത്തിനായി പ്രാസം ചേർത്ത് പറയുന്ന രീതിയാണെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. സ്ത്രീ വിഷയത്തിൽ അവർക്ക് മാതൃക മുസ്ലിം ലീഗാണെന്നും പരാമർശം. പറഞ്ഞതൊന്നും മാറ്റി പറയുന്നില്ല, അതെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണെന്നും കോൺഗ്രസുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ
ചെയ്യാമെന്നും സുരേഷ് ബാബു ഇന്ന് വ്യക്തമാക്കി. അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിൻ്റെ വലിയ പ്രത്യാഘാതം ആരാണ് നേരിടേണ്ടി വരികയെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നും സുരേഷ് ബാബു പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കളിലുണ്ടാക്കുന്ന വ്യക്തിപരമായ അശ്ലീലം ചർച്ച ചെയ്യാൻ താൽപ്പര്യമില്ല. കേരളത്തിലെ വികസനവും ക്ഷേമവുമാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്. അതാണ് CPIMൻ്റെ അഭിപ്രായം. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറുതെ പറഞ്ഞു പോയതല്ല. കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്നാൽ അതൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കയ്യും വെട്ടും കാലും വെട്ടുമെന്ന പ്രയോഗമെല്ലാം മുദ്രാവാക്യത്തിൻ്റെ രസത്തിനായി പ്രാസം ചേർത്ത് പറയുന്നതായിരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷാഫി എന്തിനാണ് ഇത്രയും ആരോപണങ്ങൾ ഉയർന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഷാഫിയുടെ നിർബന്ധത്തിന് പിന്നാലെയാണ് രാഹുലിൻ്റെ പാലക്കാട് മത്സരിച്ചത്. പേരിന് മാത്രം രാഹുലിനെ പുറത്താക്കി പരിപൂർണ സംരക്ഷണം നൽകുകയാണ് കോൺഗ്രസ് എന്നും സുരേഷ് ബാബു പറഞ്ഞു. അതായത് ഞാൻ എൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് നിലപാട് വ്യക്തമാക്കി. കാരണം ഈ കാര്യത്തിൽ ഇതല്ല ചർച്ച ചെയ്യേണ്ട വിഷയം. കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിപരമായ അശ്ലീലങ്ങളല്ല. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അതെ, അല്ലല്ല, അങ്ങനെ തെറ്റായി ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോ എന്നെ കോലിട്ടിളക്കാൻ വന്നാൽ അത് പ്രത്യാഘാതം വളരെ പ്രയാസമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്താ തെറ്റായി പോയി എന്ന് പറയും. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു, ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല. അതായത് ചോദിച്ചതിന് തന്നെ ചോദിക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യം, വ്യക്തമാക്കിയ കാര്യം വീണ്ടും നിങ്ങൾ ഈ ക്ലാസ്സിലെ കുട്ടികൾ ചോദ്യം ചോദിക്കണ പോലെ ചോദിക്കരുത്. അതായത് ഞാൻ പറഞ്ഞു, അതിൽ വ്യക്തതയുണ്ടാക്കി. ഇനി അതിനൊരു ഉത്തരവില്ല. അതിനർത്ഥം ഞാൻ അതിൽ നിന്ന് പിന്മാറിയെന്നല്ല. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും. സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ്മാസ്റ്ററാണ് ഷാഫി പറമ്പിലെന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ ആരോപണം. ഷാഫി മാത്രമല്ല, കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ്. സഹികെട്ടാണ് VD സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തത്. കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ സതീശനെ രാഹുലിനെതിരെ നടപടിയെടുക്കേണ്ടി വന്നു. സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് അവർക്ക് മാതൃകയെന്നും സുരേഷ് ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ വടക്കാഞ്ചേരിയിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് റേഞ്ച് ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മിഥുൻ്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും ദുരിതത്തിലായ കുടുംബത്തെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു BJPയുടെ മാർച്ച്. മാർച്ച് വാഴാനി റോഡിലെ റെയിൽവേ ഗേറ്റിനു സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. മിഥുൻ്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക, ദുരിതത്തിലായ കുടുംബത്തെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്തെ പണം വെച്ച് ചീട്ട് കളിച്ച 24 പേർ പോലീസിൻ്റെ പിടിയിൽ. ഇവരിൽ നിന്ന് 4 ലക്ഷത്തിലധികം രൂപയും കൂടുതൽ പണമിടപാടുകൾ സൂചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സാമഗ്രികളും കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടു ഉടമ ഉൾപ്പെടെ 24 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവ സ്ഥലത്തു നിന്നും 6ഓളം വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒറ്റപ്പാലം പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു കണ്ണിയമ്പുറം വള്ളവനാട് ഹൗസിംഗ് കോംപ്ലക്സിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെ വീട് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. ഒറ്റപ്പാലം, വാണിയംകുളം, പനയൂർ, ഓങ്ങല്ലൂർ, വാടനാംകുറിശി, ചെറുതുരുത്തി, കുളപ്പുള്ളി, സൗത്ത് പനമണ്ണ സ്വദേശികളാണ് പോലീസിന്റെ പിടിയിലായത്. വീട്ടുടമ ഉൾപ്പെടെ 24 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇവരിൽ നിന്ന് 4 ലക്ഷത്തിലധികം രൂപയും കൂടുതൽ പണമിടപാടുകൾ സൂചിപ്പിക്കുന്ന ടോക്കണുകളും കോയിനുകളും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെത്തിയ ടോക്കണുകളിൽ നീല നിറത്തിലുള്ളത് 2000 രൂപയ്ക്ക് സമാനമായുള്ളതും വെള്ള നിറത്തിലുള്ളത് 1000 രൂപയ്ക്ക് സമാനമാണെന്നും പച്ച നിറത്തിലുള്ളത് 500 രൂപയ്ക്ക് സമാനമാണെന്നും പന്തയം കഴിഞ്ഞ ശേഷം ഗൂഗിൾ പേ വഴിയോ മറ്റേതെങ്കിലും UPI സംവിധാനങ്ങൾ വഴിയോ പണം കൈമാറുകയാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. സംഭവ സ്ഥലത്തു നിന്ന് 6ഓളം കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വീണ്ടും അംഗീകാരത്തിലെത്തിൽ ഷൊർണൂർ നഗരസഭ. മലിനീകരണ നിയന്ത്രണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി സംസ്ഥാന പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകുന്ന 2025 അവാർഡിൽ ഗോൾഡൻ പുരസ്കാരമാണ് നഗരസഭയെ തേടിയെത്തിയിരിക്കുന്നത്.
ശനിയാഴ്ച എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും നഗരസഭാ അധികൃതർ പുരസ്കാരം ഏറ്റുവാങ്ങും. സിൽവർ പുരസ്കാരത്തിന് അർഹത നേടിയ സംസ്ഥാനത്തെ 3 നഗരസഭകളിൽ പട്ടാമ്പിയും ഉൾപ്പെട്ടിട്ടുണ്ട്. 2 സ്വർണം, 3 വെള്ളി, 3 വെങ്കലം എന്നിങ്ങനെയാണ് അംഗീകാരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാലിന്യങ്ങൾ നിറഞ്ഞിരുന്ന വഴിയോരങ്ങളും ഭാരതപ്പുഴയോരങ്ങളും ഉൾപ്പെടെ ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനങ്ങളിൽ നഗരസഭ മാലിന്യമുക്തമാക്കിയെടുത്തു. നഗരത്തിലെയും പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും മലിനജല പ്രശ്നത്തിന് പരിഹാരവുമായി മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചു. ഹരിതകർമ്മസേന വഴി ശേഖരിക്കുന്ന മാലിന്യങ്ങളിൽ 100% നേട്ടം കൈവരിച്ചു. ഡയപ്പർ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ആക്രി ആപ്പ് ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഷൊർണൂർ നഗരസഭയെ നേട്ടത്തിന് അർഹത നേടിക്കൊടുത്തത്. സംസ്ഥാന പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകി വരുന്ന 2025 അവാർഡിൽ ഗോൾഡൻ പുരസ്കാരമാണ് നഗരസഭയെ തേടിയെത്തിയിരിക്കുന്നത്. 27 ശനിയാഴ്ച എറണാകുളത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങും. ദേശീയതലത്തിൽ ഇന്ന് 108ാം റാങ്കാണ് മാലിന്യ സംസ്കരണത്തിൽ ഷൊർണൂർ നഗരസഭയ്ക്കുള്ളത്. സ്വച്ഛ് സർവേഷൻ്റെ 3 സ്റ്റാർ പദവി ലഭിച്ച സംസ്ഥാനത്തെ 3 നഗരസഭകളിൽ ഒന്നാണ് ഷൊർണൂർ. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. മങ്കര സ്വദേശിയായ വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. മങ്കര കണ്ണമ്പരിയാരം പ്രവിത്തിൻ്റെ മകനും ഒറ്റപ്പാലം കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയുമായ 14 വയസ്സുകാരൻ വിശ്വജിത്തിനെയാണ് വ്യാഴാഴ്ച രാത്രി മുതൽ കാണാതായത്. കണ്ടുകിട്ടുന്നവർ മങ്കര, ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനുകളിൽ വിവരം അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പോലീസുമായി ബന്ധപ്പെടേണ്ട നമ്പർ 9400783517. കൊടുങ്ങല്ലൂരിൽ അറസ്റ്റ് വാറണ്ടുമായി എത്തിയ പോലീസിനെ കണ്ട് പ്രതി കുളത്തിൽ ചാടി. ഏറെ സമയത്ത് അനുനയ ശ്രമത്തിനൊടുവിൽ പ്രതിയെ കസ്റ്റഡിയെടുക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി ആഷിഖാണ് പോലീസിനെ വട്ടം കറക്കിയത്. സൈബർ കേസിൽ വാറണ്ടുമായി എത്തിയ പോലീസിനെ കണ്ട് ഇയാൾ ചന്തപുരയിലെ ദവാള കുളത്തിൽ ചാടുകയായിരുന്നു. സംഭവം അറിഞ്ഞ് ഫയർഫോഴ്സ് ഇയാൾക്ക് ലൈഫ് ട്യൂബ് ഇട്ടു നൽകി. തുടർന്ന് പോലീസും ഫയർഫോഴ്സും ഇയാളെ അനുനയിപ്പിച്ച് കരയ്ക്കെത്തിക്കുകയായിരുന്നു. വാണിയംകുളം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. വാണിയംകുളം വെറ്റിനറി ഡിസ്പെൻസറിയിൽ നടന്ന മുട്ടക്കോഴി വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ നിർവഹിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ മുട്ട മാംസം സ്വയം പര്യാപ്തത എന്ന പദ്ധതി ലക്ഷ്യം വെച്ച് 600 പേർക്ക് മുട്ടക്കോഴി വിതരണത്തിന് വേണ്ടി വെച്ച പ്രോജക്റ്റാണ്. 341 ആളുകൾക്കാണ് 461 ആളുകൾക്കാണ് ഇന്ന് മുട്ടക്കോഴി വിതരണം ചെയ്യുന്നത്. അതിനാവശ്യമായി മുട്ടക്കോഴി ഇവിടെ എത്തിയിട്ടുണ്ട്. ആളുകൾ തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല. ടോക്കൺ വാങ്ങണ മുറക്കി വളരെ വേഗത്തിൽ വിതരണം ചെയ്യാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീലത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ വി സിന്ധു, കെ എസ് മഞ്ജിമ, എ സി സുബ്രഹ്മണ്യൻ, വെറ്റിനറി ഡോക്ടർ ലേഖ എന്നിവർ സംസാരിച്ചു. 600 പേർക്ക് 5 വീതം കോഴിക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. ഗുണഭോക്തൃ വീതം ഉൾപ്പെടെ 4 ലക്ഷം രൂപയുടെയാണ് പദ്ധതി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാരണാസിയിലുള്ള ഷൊർണൂർ BRCയുടെ നേതൃത്വത്തിൽ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. മുഹമ്മദ് മുഹസിൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. BRC പരിധിയിൽ വരുന്ന പ്രീ പ്രൈമറി, LP ഉൾപ്പെടെയുള്ള 61 വിദ്യാലയങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ SSK പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയാണ് കളിയങ്കണം സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തത്. വാരണാസിയിലുള്ള ഷൊർണൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കളിയങ്കണം സ്പോർട്സ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ഈ വിതരണം നടക്കുമ്പോൾ നമ്മുടെ ഈ ഷൊർണൂർ BRCയിലെ 61 സ്കൂളുകളിലാണ് ഇതിൻ്റെ ഭാഗമായി ഏതാണ്ട് 5000 രൂപ വരുന്ന സ്പോർട്സ് കിറ്റ് ഓരോ സ്കൂളുകൾക്കും വിതരണം ചെയ്യുന്നത്. കേരള സ്പോർട്സ് അതോറിറ്റിയുമായി ചേർന്നാണ് ഇത് വിതരണം ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അച്ചടക്കമുണ്ടാകാനും അവരുടെ ശാരീരിക മാനസിക വളർച്ച ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ ഒരു കൃത്യത, ക്രമം എല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനുമൊക്കെ BRC ഹാളിൽ നടന്ന പരിപാടിയിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം എൻ നീരജ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ, ഷൊർണൂർ AEO സുവർണകുമാരി എന്നിവർ സംസാരിച്ചു. BPC ബിന്ദു ടീച്ചർ സ്വാഗതവും ദിവ്യ നന്ദിയും പറഞ്ഞു. BRC പരിധിയിൽ വരുന്ന പ്രീ പ്രൈമറി, LP ഉൾപ്പെടുന്ന 61 വിദ്യാലയങ്ങളിലേക്കാണ് സ്പോർട്സ് കിറ്റുകൾ നൽകിയത്. ചടങ്ങിൽ അധ്യാപകർ, BRC ജീവനക്കാർ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. പോഷന്മാ ഓങ്ങല്ലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ICDSന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്.
ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഭാഗമായാണ് പോഷൺ മാ ഓങ്ങല്ലൂർ പഞ്ചായത്ത് തല പരിപാടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജയച്ചായ് ശൈലജ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത്, ICDS സൂപ്പർവൈസർ ശ്യാംലി, അംഗനവാടി ടീച്ചർ ഉഷാദേവി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിലെ 40 അംഗനവാടികളിലെ അധ്യാപകരും ഓരോ അംഗനവാടി പരിധിയിൽ വരുന്ന ഒരു മാതാവുമാണ് പോഷൺ മാ പരിപാടിയിൽ പങ്കെടുത്തത്. വിവിധതരം പോഷകാഹാരങ്ങളാണ് ഉണ്ടാക്കിയത്. ICDSന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പോഷൺ മാ പരിപാടി സംഘടിപ്പിച്ചത്. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 വരെയാണ് പോഷൺ മാ മാസാചരണ പരിപാടി. ന്യൂസ് സെന്റർ ഷൊർണൂർ. പാടാംശി ഗവൺമെൻറ് LP സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ ക്ലാസ് മുറി കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായി മുഹമ്മദ് മുഹസിൻ MLA സ്ഥലം സന്ദർശിച്ചു. സർക്കാരിൻ്റെ 1 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ തുക നീക്കിവെച്ച 1 കോടി രൂപ ചിലവഴിച്ചാണ് വാടനാംകുറിശി ഗവൺമെൻറ് LP സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2 നിലകളിലായി 6 ക്ലാസ് മുറികളാണ് പുതിയ കെട്ടിടത്തിൽ ഉണ്ടായിരിക്കുക. നിലവിൽ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായി മുഹമ്മദ് മുഹസിൻ MLA സ്കൂൾ സന്ദർശിച്ചു. ഇവിടെ നേരത്തെ 85 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. 85 ലക്ഷം രൂപയുടെ ഒരു പുതിയ കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമാക്കി. അതിനുശേഷമാണ് 1 കോടി രൂപയുടെ ഈ ഒരു കെട്ടിടം ഇവിടെ നിർമ്മാണം നടക്കുന്നത്. ഇതിനപ്പുറത്ത് തൊട്ടപ്പുറത്താണ് നമ്മുടെ ഹയർ സെക്കൻഡറി ഹൈസ്കൂള് നിൽക്കുന്നത്. അവിടെ 3 കോടി രൂപയുടെ ഒരു കെട്ടിടം പൂർത്തീകരിച്ചു. 2 കോടി രൂപയുടെ ഒരു പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു പുതിയ കെട്ടിടത്തിൻ്റെ പ്രപ്പോസൽ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവെ 4 കെട്ടിടങ്ങളുടെ നിർമ്മാണം ഈ പറഞ്ഞ 9 വർഷം കൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ 2 കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇനി 4-ന് പുറമെ 5-മത്തെ ഒരു കെട്ടിടത്തിൻ്റെ പ്രപ്പോസൽ കൂടി ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുണ്ട്. അധികം വൈകാതെ അതുകൂടി യാഥാർത്ഥ്യമാകും എന്നാണ് കരുതുന്നത്. നേരത്തെ മുഹമ്മദ് മുഹസിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 85 ലക്ഷം രൂപ ചിലവഴിച്ച് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചിരുന്നു. ഈ കെട്ടിടത്തിന് സമീപത്തായാണ് പുതിയ കെട്ടിടം ഉയരുന്നത്. മുഹമ്മദ് മുഹസിൻ MLAയ്ക്കൊപ്പം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മാസങ്ങളോളമായി ഉപേക്ഷിച്ച നിലയിൽ ബൈക്ക് കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ ആശങ്കയിലാണ്. അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈലിനു സമീപമാണ് ബൈക്ക് കാണാനിടയായത്. ഹീറോ ഹോണ്ട ഷൈൻ KL 5469 67 നമ്പറിലുള്ള ബൈക്കാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷാഫി പറമ്പിൽ MPക്കെതിരെ CPM ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു നടത്തിയ അധിക്ഷേപകരമായ പരാമർശത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രതിഷേധം. സ്ത്രീ വിഷയത്തിൽ കോൺഗ്രസിന് മാതൃക മുസ്ലിം ലീഗ് എന്ന് N സുരേഷ് ബാബു ഷാഫി പറമ്പിലിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും CPM ജില്ലാ സെക്രട്ടറി. കോൺഗ്രസുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യാമെന്നും വെല്ലുവിളി. കൈവെട്ടും കാലുവെട്ടുമെന്ന പ്രയോഗം മുദ്രാവാക്യത്തിൻ്റെ രസത്തിനായി പ്രാസം ചേർത്ത് പറയുന്നതാണെന്നും N സുരേഷ് ബാബു. തൃശൂർ വടക്കാഞ്ചേരിയിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് റേഞ്ച് ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മിഥുൻ്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും ദുരിതത്തിലായ കുടുംബത്തെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷണം നൽകണമെന്നും BJP. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് പണം വെച്ച് ചീട്ട് കളിച്ച സംഭവത്തിൽ വീട്ടുടമ ഉൾപ്പെടെയുള്ള 24 പേർ പോലീസ് പിടിയിൽ. ഇവരിൽ നിന്ന് 4 ലക്ഷത്തിലധികം രൂപയും കൂടുതൽ പണമിടപാടുകൾ സൂചിപ്പിക്കുന്ന അനുബന്ധ സാമഗ്രികളും പോലീസ് പിടിച്ചെടുത്തു. 6ഓളം വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. കൊടുങ്ങല്ലൂരിൽ അറസ്റ്റ് വാറണ്ട് കണ്ട് പോലീസിനെ ഭയന്ന പ്രതി കുളത്തിൽ ചാടി. വീണ്ടും അംഗീകാര തിളക്കത്തിൽ ഷൊർണൂർ നഗരസഭ. നഗരസഭയെ നേടിയെത്തിയ സ്വർണ്ണ മെഡൽ മലിനീകരണ നിയന്ത്രണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള അംഗീകാരം. പുരസ്കാരം ശനിയാഴ്ച എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും നഗരസഭ ഏറ്റുവാങ്ങും.
ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.